പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണേ. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സങ്കടങ്ങളിൽ നിന്നും രോഗ അരിഷ്ടതകളിൽ നിന്നും കർത്താവ് നിങ്ങളെ സംരക്ഷിക്കാൻ അമ്മ മധ്യസ്ഥം വഹിക്കുകയാണ്. കർത്താവെ, എൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തിയതിൻ്റെ അടയാളമാണ് 2004 അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ. അത് ഏറ്റെടുത്തപ്പോൾ ദൈവമഹത്വപ്പെട്ടതിൻ്റെ തുടർ ദൈവാനുഭവങ്ങളാണ് ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന സഹസ്രക്കണക്കിന് സാക്ഷ്യങ്ങൾ. എൻ്റെ ഈ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും അവരുടെ ജീവിത ഭൗതികവും അവരുടെ മാനസികവും ശാരീരികവും കുടുംബപരവും ആയിട്ടുള്ള എല്ലാ മേഖലകളിലും അതിൻ്റെ പ്രത്യേക അനുഗ്രഹം ഈ നിമിഷം ആവശ്യിക്കാനും നിങ്ങൾ ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും ദൈവിക ഇടപെടലുണ്ടാകാനും ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ അവർക്ക് സമാധാനം ആശംസിക്കുക.
നിങ്ങൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെയും പ്രത്യക്ഷീകരണ സന്ദേശത്തിൻ്റെയും പ്രേക്ഷിതരാകാൻ വേണ്ടി നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പുനഃസമർപ്പണം ചെയ്യുക. ആ പുനഃസമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഏതെങ്കിലും പ്രത്യേക സമ്മർദ്ദത്തിലെ ഉടമ്പടിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരാനും, ഉടമ്പടി ആണ് ജീവിതമെന്ന് പറയുന്നവരുണ്ട്. എനിക്കിനി ജീവിതം ഉടമ്പടിയാണ് എന്ന് പറയുന്നത്, അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, നമ്മൾ ചിന്തിച്ചതിനേക്കാളും അമ്മ ഉടമ്പടി തന്നപ്പോൾ ഞാൻ ആലോചിച്ചതിനേക്കാളും എന്തുമാത്രം വലിയ ആഴത്തിലാണ് മനുഷ്യർ അനുഭവിച്ചതെന്ന് ഓർക്കും. കർത്താവേ, അതുപോലെ അനുഭവത്തിൻ്റെ ഒരു പങ്ക് എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിന്ന് നിങ്ങളുടെ കൂടപ്രഭുക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ ഞാൻ ഈ നിമിഷം പ്രാർത്ഥനയിൽ ഓർക്കുന്നു. നിങ്ങൾ ഈ ആഴ്ച ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, ഈ മാസം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയിട്ട് ഇതെങ്ങനെ ചെയ്ത് ഒപ്പിക്കും അവസാനിപ്പിക്കുമെന്ന് വിഷമിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഇന്ന് പരിശുദ്ധമ്മ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങളിലും തീരെ ശാരീരികമായ വേദനകളിലും ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, ശരീരം മുഴുവൻ ഊത്തറുള്ളവർ, ത്വക്ക് രോഗികൾ, കർത്താവേ നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ അവരെ കുളിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ, മറ്റുള്ളവരെ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവർ നിങ്ങൾ ആരെക്കുറിച്ചെങ്ങാണ് ഓർക്കുന്നത് അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ശക്തിയുടെയും കൃപയുണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ മുഴുവൻ ചൈതന്യം ഈ മാസം മുഴുവനും നിറഞ്ഞു നിൽക്കാൻ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തിയാൽ നിൻ്റെ എല്ലാ നിയോഗങ്ങളും കർത്താവിട്ടെടുക്കുകയും നിവർത്തിക്കുകയും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ വിലപിടിപ്പുള്ള സാക്ഷിയായി ദൈവം നിന്നെ മാറ്റുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്വരശ്വരം നയിക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെറിയ നോൻപ് കാലത്തിലൂടെയാണ് പോകുന്നത് അല്ലേ? ക്രിസ്മസിന് ഒരുക്കമായിട്ട് പശ്ചാത്താപത്തിൻ്റെ ഒരു ദിവസമാണ്, പ്രായശ്ചിത്തത്തിൻ്റെ കാലമാണ്, സ്വയം വിശുദ്ധീകരിച്ച് ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങാനുള്ള ഒരു കാലഘട്ടമാണ്. അത് മറക്കരുതേ. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഇപ്പം അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. കർത്താവിൻ്റെ വെളിപാടുകളെ അനുഗ്രഹത്തെ അനുതാപമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. യേശയ്യാ 1:19 അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അതിൻ്റെ മുകളിലുള്ളതാണ് 1:18 വായിച്ചു. കർത്താവ് അരുൾ ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. അപ്പൊ അനുതപിച്ചാൽ നിങ്ങളെ അനുഗ്രഹം പ്രാപിക്കും, ഐശ്വര്യം പ്രാപിക്കും. അപ്പൊ ബൈബിളിൽ അനുതാപത്തിനെയും അനുഗ്രഹത്തിനെയും കൂടി കൂട്ടിക്കെട്ടിരിക്കുകയും, അനുതാപമാവുന്ന കുതിര വലിച്ചോണ്ട് വരണ ഒരു ചരക്കാണ് അനുഗ്രഹം എന്ന് വേണേ രസമായിട്ട് പറയാം. പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അനുതാപം വലിച്ചോണ്ട് വരണതല്ല. കാര്യം അനുതാപം പോലും ദൈവമാണ് തരേണ്ടത്. അനുതാപം നമുക്ക് അനുഗ്രഹം നൽകുന്നു, പക്ഷെ അനുതാപം ആര് തരും? ദൈവം തരണം. അതാണ് പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാട്. അനുതാപം ദൈവം നൽകുന്നു. വിജാതിയർക്ക് ദൈവം ജീവപ്രാപ്തിക്കുള്ള അനുതാപം നൽകി. അവിടെ പുസ്തകം 11:18 ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതിയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പൊ അവിടെ അനുതാപം നൽകുന്ന ആരാണ്? ദൈവമാണ്. അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കുമെന്ന് പറയണത് അപ്പൊ അനുഗ്രഹം അനുതാപത്തിൽ നിന്ന് വരുന്നുവെന്ന് പറഞ്ഞാലും ഈ അനുതാപം എവിടുന്ന് വരുന്നു? ദൈവത്തിൽ നിന്ന് വരുന്നു. ഇത് പറയുമ്പോൾ ഇതെന്താ പ്രത്യേകിച്ചിരിക്കണമെന്ന് തോന്നും. ഇതെല്ലാം അറിയാവുന്നതല്ലേ എന്ന്. പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പാലാത്ത കാര്യമാണിത്. കാര്യം എന്താണ്?
ചെറിയ അണ്ണന്മാർക്ക് ഒരു അനുതാപവും തോന്നത്തില്ല. ഒരു അനുതാപം തോന്നത്തില്ല ചെറുക്ക്. എന്തെല്ലാമൊക്കെ അവർ ദൈവത്തിൽ നിരക്കാത്ത കാര്യങ്ങൾ ചെയ്താലും അപ്പോൾ അവർക്ക് അനുതാപം തോന്നത്തില്ല. ചില ചില്ലറ കാര്യങ്ങൾ തന്നെ തെറ്റിപ്പോയാൽ ഭയങ്കര അനുതാപം തോന്നും. എന്താ കാര്യം? അനുതാപം ദൈവം തരണത് കൊണ്ടാണ്. അനുതാപം നമുക്ക് തോന്നാത്ത എന്തുകൊണ്ടാ? നമുക്ക് അനുതാപം കിട്ടാത്ത കൊണ്ടാ, ദൈവം തരാത്തത് കൊണ്ടാ. അതുകൊണ്ടാണ് ഈ നിർമ്മലമായ ഹൃദയമെന്നെ സൃഷ്ടിക്കണമേ, ദൃഢചിത്തത എന്നെ പുനഃസ്ഥാപിക്കണമേ, ദൃഢചിത്തത എന്നെ പുനഃസ്ഥാപിക്കണമേ എന്ന് അങ്ങയുടെ തിരുസന്നിധി എന്നെ തള്ളിക്കളയരുത് എന്നൊക്കെ ദാവീദ് അനുതാപത്തിൻ്റെ സങ്കീർത്തനം പാടുന്നത് അങ്ങനെയാണ്. കാര്യം എന്താണ്? എല്ലാം ചെയ്യേണ്ടത് ദൈവത്തിൽ നിന്നാണെന്ന്. തിരുസന്നിധി നിർത്തേണ്ട ദൈവമാണ്, തള്ളിക്കളയാതിരിക്കേണ്ടത് ദൈവമാണ്, എല്ലാം ദൈവമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദൈവ തിരുസന്നിധിയിലെ എല്ലാത്തിൻ്റെയും സോഴ്സ്, എല്ലാത്തിൻ്റെയും താക്കോല് ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ നമുക്ക് അനുതാപം തോന്നണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരന്തരമായി കർത്താവേ എനിക്ക് അനുതാപം തോന്നുന്നില്ല, എൻ്റെ ഹൃദയത്തിൽ നീ അനുതാപത്തിലേക്ക് നയിക്കണമേ. അനുതാപത്തിലേക്ക് നയിക്കണതനുസരിച്ച് കൊണ്ട് നമ്മുടെ ഹൃദയം ലളിതമാകുകയും തരളിതമാകുകയും അതിൻ്റെ കാഠിന്യം കുറഞ്ഞു വരും. ഈ കാഠിന്യം കുറഞ്ഞ ഹൃദയങ്ങളിലാണ് ദൈവത്തിന് പെട്ടെന്ന് പ്രവർത്തിക്കാൻ പറ്റുന്നതും, ദൈവത്തിന് നമ്മളെ നയിക്കാൻ പറ്റുന്നതും, ദൈവത്തിന് നമ്മളെ മോശമായ കാര്യങ്ങളിൽ നിന്ന് തടുക്കാൻ പറ്റുന്നതും, ദൈവത്തിന് നമ്മളെ ഇടപെടാൻ പറ്റണത്. അപ്പം എപ്പോഴും ഒരു മനുഷ്യൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന് അയത്ന ലളിതമായി ഇടപെടാൻ പറ്റുന്ന ഒരു ഹൃദയമായ ഒരു വ്യക്തിയായി മാറണം. പ്രാർത്ഥിക്കാൻ, കർത്താവേ അങ്ങക്ക് ഇടപെടാൻ പറ്റിയ ഒരു വ്യക്തിയായി, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളുടെ അപ്പുറത്തേക്ക് അങ്ങയുടെ ഇഷ്ടം ഏറ്റെടുക്കാൻ വലിയ ഭാരം ഒന്നും കൂടാതെ ലളിതമായി അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാനും, കഠിനമാണെങ്കിലും സന്തോഷത്തോടെ അത് സ്വീകരിക്കാനും ഒരുക്കപ്പെട്ട ഹൃദയം. നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ടിട്ടില്ലേ? ദൈവത്തോട് ചോദിക്കണത് എന്താണ്? ഒരുക്കമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. സങ്കീർത്തനം 119:32. ഒരുക്കമുള്ള ഹൃദയം, ഒരുക്കമുള്ള ഹൃദയം അങ്ങ് എനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും. ഇത് നിസ്സാരമല്ല കേട്ടോ, ഞാൻ പറഞ്ഞത് തന്നെ ഈ പറഞ്ഞിരിക്കണത്. അതായത് പ്രമാണങ്ങളുടെ പാതയിൽ ചരിക്കുമെന്നല്ല പറയണത്. അങ്ങയുടെ വചനത്തിൻ്റെ പാതയിൽ ഞാൻ ഉത്സാഹത്തോട് ചരിക്കും. എപ്പോഴാണ്? അങ്ങയെ ഉൾക്കൊള്ളാനും, അങ്ങയുടെ വചനം സ്വീകരിക്കാനും, വചനം അനുസരിക്കാനും, അങ്ങനെ വചനത്തിന് വഴികളിലൂടെ ജീവിതം നയിക്കപ്പെടാനും എനിക്ക് ഒരുക്കമുള്ള ഒരു ഹൃദയം നൽകുന്നതാണ് ഉത്സാഹത്തോടെ ചരിക്കാൻ സഹായിക്കുന്നത്. അപ്പം ഒരുക്കമുള്ള ഹൃദയം ആര് തരണം? ദൈവം തരണം. അപ്പം ദൈവാനുഗ്രഹം കുറയുന്നുണ്ടോ? പ്രാർത്ഥന കുറയുന്നുണ്ടോ? പശ്ചാത്താപം കുറയുന്നുണ്ടോ? അനുതാപം കുറയുന്നുണ്ടോ? എങ്കിൽ ഒരുക്കമുള്ള ഹൃദയത്തിന് വേണ്ടി ഈ നോൻപ് കാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സജികുമാർ. ഞാൻ കണ്ണൂർ ജില്ലയിൽ പരിയാരം മെഡിക്കൽ കോളേജിനടുത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ മകൻ, ഇളയ മകൻ അഭിനന്ദ് കേസ്. ഇതെൻ്റെ ഭാര്യ സൗമ്യ പി വി. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് 7/2/2024 ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ മകന് ജനറ്റിക്കൽ കൊറോണിയ എന്നൊരു അസുഖമായിരുന്നു ഉണ്ടായിരുന്നത്. ആ അസുഖം അന്തരമാണ് ഞാൻ ഇവിടെ വരുവാനും ഇവിടെ ഈ ഉടമ്പടിയിലേക്ക് വരുവാനും ഉണ്ടായ കാരണം. ഉടമ്പടിക്ക് വരാനുള്ളത് കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ അസുഖം കണ്ടിട്ട് മാതമംഗലം സ്കൂളിലെ ഒരു അധ്യാപകരുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പയ്യന്നൂർ BRCയിലെ ഒരു സരോജിനി എന്ന് പറഞ്ഞ അവർ പത്രം കൊടുത്തയച്ചു. അതുപോലെ തന്നെ അവരെനിക്ക് വാട്സപ്പിൽ പ്രാർത്ഥനയെല്ലാം അയച്ചു തന്നു.
അതെല്ലാം കണ്ടിട്ടാണ് ഞാൻ കൃപാസനത്തിലേക്ക് വന്നത്. കൃപാസനത്തിൽ വരാൻ വേറെ കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് ചികിത്സ ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അസുഖം കൂടിക്കൂടി വരുന്നൊരു അസുഖമാണ് ഈ ജനറ്റിക്കൽ കൊറോണ എന്ന് പറയുന്ന അസുഖം. ഞാൻ ചെല്ലുമ്പോൾ ഇവൻ്റെ കാലിങ്ങനെ വിറച്ചിട്ട് ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ഞാൻ വരുമ്പോൾ എൻ്റെ ഭാര്യ ഇവൻ്റെ കാലിങ്ങനെ തിരുമിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കറിയാം ഇവൻ കിടപ്പിലേക്ക് പോകുന്നൊരു അസുഖമാണ് എന്ന് എന്നോട് പരിയാരത്തുള്ള ഡോക്ടർമാർ പറഞ്ഞായിരുന്നു. അതേപോലെ മിംസ് ഹോസ്പിറ്റൽ കണ്ണൂർ പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ അമൃത ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർമാർ അവിടുന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു ഓപ്പറേഷൻ വേണം, അത് ചെയ്താലും അത്ര വിജയം പറഞ്ഞില്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റുകയില്ലാത്തൊരു അസുഖമാണ്. ആദ്യം എഴുതുകയും സാധാരണ കുട്ടികളെ പോലെ ഓടുകയും ചാടുകയും കളിക്കുകയെല്ലാം ചെയ്തിരുന്ന കുട്ടിയായിരുന്നു. അവിടുന്ന് കൂടിക്കൂടി വന്നിട്ടാണ് ഇപ്പോൾ ഭക്ഷണം വാരി കൊടുക്കേണ്ട അവസ്ഥയാണെന്നുള്ളത്. കാലും നടക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് പോകുന്നൊരു കണ്ടീഷനിലെത്തി. ചികിത്സ ചെയ്തിട്ട് കാര്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ലാസ്റ്റ് പിടിവള്ളി പോലെ ഞാൻ കൃപാസനത്തെ പറ്റി അറിയുകയും ഞാൻ ഈ അമ്മയുടെ അനുഗ്രഹത്താൽ ഞാനിവിടെ എനിക്ക് വരാൻ സാധിക്കുകയും ചെയ്തത്. ആ വരവ് എൻ്റെ ജീവിതം മൊത്തം മാറ്റിമറിക്കാനിടയായി. ഞാൻ വരുന്നതിന് തലേന്ന് തന്നെ അത്യാവശ്യം മദ്യമെല്ലാം കഴിച്ചിട്ട് ബാക്കി മദ്യം എടുത്ത് വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ വന്നത്. ചെന്നിട്ട് കഴിക്കണമല്ലോ. എൻ്റെ ഭാര്യയെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാം. എനിക്കിങ്ങനെ സാധാരണ പോലെ ഞാൻ പൈസ വെച്ച് ചീട്ട് കളിക്കാൻ പോകുന്നൊരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ പണിക്കെല്ലാം പോവും, എന്നാലും ഇതും പോവും. ഈ മദ്യം ഇടയ്ക്കിടയ്ക്ക് കഴിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ വന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് മാതാവിനെ എടുക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ആ മാതാവിനെ എടുത്ത് അവിടുന്ന് ഈ ആൾത്താരയിലേക്ക് വന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ലാത്ത അവസ്ഥ. എൻ്റെ എല്ലാ പാവം തീർന്ന പോലെ അവസ്ഥയിലേക്ക് ഞാൻ മാറി വന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഞാൻ വീട്ടിൽ തിരിച്ചു വന്നിട്ട് എൻ്റെ ഈ മദ്യം എടുത്ത് ഞാൻ മറിച്ച് കളയുക മാത്രമല്ല, ഈ ചീട്ടുകളി അതിനുശേഷം ഇന്ന് ഈ നേരം വരെ ഞാൻ ചീട്ടുകളി പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കപ്പെട്ടു. എനിക്കത് എൻ്റെ മെമ്മറിയിൽ നിന്ന് ഈ സംഭവം പോയ അവസ്ഥയിലേക്ക് എനിക്ക് മാതാവ് എന്നെ അത്രമാത്രം എന്നെ ഉയർത്തി തന്നു. പിന്നെ പറയേണ്ട കാരണം വെച്ചാൽ ഇവൻ ഈ അസുഖം കൂടിക്കൂടി വന്ന അവസ്ഥയിൽ രണ്ടാമത്തെ പ്രാവശ്യം പുതുക്കാൻ വേണ്ടി വന്ന സമയത്ത് അച്ഛൻ്റെ ഇവനെ തലയിൽ കൈവച്ച് ബ്ലെസ് ചെയ്തായിരുന്നു. ബ്ലെസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവൻ ഈ കാലിൻ്റെ വിറയിൽ പൂർണ്ണമായി നിന്നൊരവസ്ഥയിലേക്ക് പരിശുദ്ധ മാതാവ് എന്നെ അനുഗ്രഹിച്ചു, നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. അതേപോലെ തന്നെ ഇവൻ്റെ ഈ ഭക്ഷണം കഴിക്കാൻ വാരി കൊടുക്കേണ്ട അവസ്ഥ ഓൾറെഡി ഉണ്ട്. അതേപോലെ തന്നെയാണ് എൻ്റെ വൈഫിന് സൈക്കാട്രി ഗുളിക വരുന്ന സമയത്ത് ഞങ്ങൾ വരുമ്പോൾ ഒന്നിച്ചാണ് ഇവിടെ ആൾത്താരിലേക്ക് ഞങ്ങളെല്ലാം വന്നത്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ മാതാവേ ഞാൻ 6-7 ഗുളിക കഴിക്കുന്നുണ്ട് ദിവസം, എന്നെ ഈ ഗുളിക തീറ്റി എന്നെ അമ്മ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ ഇരുന്നു. ഞാൻ ഉടമ്പടിയിലെടുത്ത് വന്നു കഴിഞ്ഞിട്ട് ഈ പ്രാർത്ഥന വീട്ടിൽ പോയി. ഇവിടെ അന്ന് ചെന്ന പിറ്റേ ദിവസം വരെ ഈ ഗുളിക മൊത്തം എടുത്ത് സൈഡിലേക്ക് വെച്ചു. ഗുളിക കഴിച്ചിട്ടില്ല, ഞാൻ അറിയുന്നുണ്ടായില്ല. ഞാൻ അതായത് 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ഈ ഗുളിക മൊത്തം അവിടെ ഇരിക്കും. ഞാൻ കൃത്യമായി മാസം തോറും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ഇവിടെ തന്നെ എടുത്ത് കഴിക്കുകയും ചെയ്യുമായിരുന്നു. ആ ഗുളിക എല്ലാം അവിടെ തന്നെ ഇരിക്കും. ഞാൻ ആ പേടിച്ചു. പക്ഷേ ഇവൾക്ക് വിഷമൊന്നുമില്ല, എല്ലാ അസുഖം സാധാരണ പോലെ നല്ല നീറ്റ്, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പ്രസ്ഥാനാന്തരം മൂവാന്തരമുണ്ടായ ഇതന്ന് ഷോക്ക് മൂവാന്തരം ഉണ്ടായിട്ടാണ് ഈ അസുഖം വന്നത്. അതൊരു കോഴ്സ് കഴിഞ്ഞാൽ കുറയുമ്പോൾ ഡോക്ടർ കണ്ടിന്യൂയായിട്ട് കുറേ കഴിക്കണമെന്ന് പറഞ്ഞ ഗുളികയാണ്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ അവൾ അന്ന് തൊട്ട് നിർത്തിയ ഗുളിക ഇന്ന് വരെ കഴിക്കേണ്ടി വന്നിട്ടേയില്ല. ഡോക്ടർ പറഞ്ഞു ആ നിർത്തി അവിടെ തന്നെ നിന്നോട്ടെ, ഇനി കഴിക്കുകയും വേണ്ടെന്ന്. അങ്ങനെ പരിശുദ്ധ മാതാവ് യേശു ക്രിസ്തു എന്നെ ആ രീതിയിൽ എൻ്റെ കുടുംബത്തെ ഏറ്റവും വലിയ അനുഗ്രഹം തന്ന് അനുഗ്രഹിച്ചു. അതേപോലെ തന്നെ അവന് ഈ കാലും വിഷമമുണ്ടായിട്ടും ഇവന് ഈ ഭിന്നശേഷി വിഭാഗത്തിൽ കഴിഞ്ഞ കൊല്ലം സ്പോർട്സിൽ കൊച്ചിയിലേക്ക് കണ്ണൂർ ജില്ലാ ചാമ്പ്യനായിട്ട് സ്റ്റാൻഡിങ് ജമ്പിങ്ങിൽ പങ്കെടുത്തിട്ട് കണ്ണൂർ ജില്ലയിൽ 4ാം സ്ഥാനത്തിലേക്ക് എത്താൻ എൻ്റെ മോന് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ അഭിനന്ദനം കിട്ടിയ വർഷമായിരുന്നു അത് കഴിഞ്ഞ കൊല്ലം. വലിയ അനുഗ്രഹമായിരുന്നു. കാരണം അവന് ഇത് കൊച്ചിയിലേക്ക് അതായത് സംസ്ഥാനത്തേക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതിലെല്ലാവരും ഒരുപാട് ആൾക്കാർ വന്ന അഭിനന്ദനങ്ങൾ കൊടുത്ത് 23 മൊമെൻറ്റുകൾ ഇതിന് കിട്ടുകയും മെഡലുകൾ കിട്ടുകയെല്ലാം ഇതിന് ചെയ്തായിരുന്നു. അതേപോലെ ഈ കഴിഞ്ഞ വർഷം ഇപ്പോൾ ഈ സംസ്ഥാനത്തിലേക്ക് കിട്ടാൻ വേണ്ടി ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഇവന് സാഹചര്യം കിട്ടുകയുണ്ടായി. കണ്ണൂർ ജില്ല ഒരുപാട് ഏരിയകൾ കളിച്ചിട്ട് കണ്ണൂർ ജില്ലയിലേക്ക് കളിക്കുക. കണ്ണൂർ ജില്ലയിൽ ഇവന് കളിക്കാൻ പോകുന്ന സമയത്ത് ഇവൻ്റെ കളി വളരെ മോശമായി. വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ഇവൻ്റെ കീശയിലേക്ക് കാശ് രൂപം എടുത്ത് ഇടുകയുണ്ടായി. അവിടുന്ന് 3 ഗോൾ അടിച്ച ഇവന് കണ്ണൂർ ജില്ലാ ചാമ്പ്യനായിട്ട് ഇവൻ തിരഞ്ഞെടുത്തിട്ട് സംസ്ഥാനത്തേക്ക് കളിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഈ വർഷം തിരുവനന്തപുരത്ത് എക്സ്ക്ലൂസീവ് ഇതിൽ പങ്കെടുക്കുകയും ഈ പത്രമെല്ലാം എല്ലാ പത്രത്തിലും ഇവനെക്കുറിച്ച് വന്ന വാർത്തയാണ്. ഈ സംസ്ഥാനമല്ല ലോകം മൊത്തം ഇവനെ അറിയേണ്ട ഈ പത്രം കണ്ടെടുത്ത് എല്ലാ പത്രങ്ങളിലും മനോരമ, മാതൃഭൂമി ഉൾപ്പെടെ എല്ലാ പത്രങ്ങളും ഇവനെക്കുറിച്ച് ഫ്രണ്ട് പേജിൽ തന്നെ 22-ാം തീയതി വന്ന വാർത്തയാണ് ഇത്. അങ്ങനെ ഇവന് പരിശുദ്ധാത്മാ
ഇവന് ശക്തി തീർച്ച ഇവനെ കൃത്യമായിട്ട് പരിശുദ്ധാത്മാവിനെ ഇവനെ അത്രമാത്രം സ്നേഹിക്കുകയും ആ കാശ് രൂപം ഉപയോഗിച്ചാണ് ഇവൻ ഇറങ്ങുകയും ചെയ്തത്. അവന് നല്ല രീതിയിൽ കളി പെർഫോമൻസ് വെക്കാൻ പറ്റുകയും അതേപോലെ തന്നെ പരിശുദ്ധാത്മാവ് ഈശ്വര ശക്തിയാൽ ഇവനെ ഉയർത്തപ്പെടുകയും എല്ലാവരാലും ഉയർത്തപ്പെടുകയും ചെയ്ത അവസ്ഥ നമ്മൾ ആനന്ദം അറിയാൻ ഇടയായി. അതേപോലെ തന്നെ പറഞ്ഞതുപോലെ എൻ്റെ വീട്ടിലൊരു തെങ്ങുണ്ട്. അങ്ങനെ നശിച്ചു പോലൊരു തെങ്ങായിരുന്നു, 6 വർഷമായ തെങ്ങ. അത് കൂമ്പ് ഇങ്ങനെ അഴുകിപ്പോയിട്ട് വലിച്ചൂരി കളയും ചെയ്തായിരുന്നു. എന്നിട്ട് ഞാനത് മുറിക്കാൻ വേണ്ടി മിഷ്യൻവാൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിശ്വാസപ്രമാണം ജോലിയായിട്ട് ഞാൻ ഉപ്പ് കൊണ്ട് ഇതിൻ്റെ കവളിലിട്ടു. കഴിഞ്ഞിട്ട് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇത് പിന്നെ അനക്കമൊന്നുമില്ല. ഞാനത് പോയെന്ന് വിചാരിച്ചു. പിന്നെ ഒരു മാസത്തേക്ക് എനിക്ക് അടുത്ത് പോകാൻ പറ്റിയില്ല. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് 2-3 ദിവസം പോയി നോക്കുമ്പോൾ ഈ സംഭവം കൂമ്പെടുത്ത് നല്ല രീതിയിൽ ആയി വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആ വ്യഞ്ചരിച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ, ചെറുതൊന്നുമല്ല, എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ വളരെ സന്തോഷവും സമാധാനം നിലനിന്ന് പോകുന്നുണ്ട്. മൂത്ത മകന് ജോലി കിട്ടിയ കാര്യം കിട്ടിയിട്ടുണ്ട്. അത് അച്ഛൻ ആൾക്കാരെ പറഞ്ഞ ഒരു വാക്ക് കൃത്യമായിട്ട് എൻ്റെ മകൻ്റെ കാര്യമായിരുന്നു. അതേപോലെ തന്നെ അത് സംഭവിച്ചിട്ടുണ്ട്. അത് എസ്സിൽ തുടങ്ങുന്ന ഒരാൾ സാക്ഷ്യം പറയുമെന്ന് അച്ഛൻ പറയുന്നുണ്ടെന്ന്. എൻ്റെ പേര് സജികുമാർ എന്നാണ്. അത് അച്ഛൻ പറഞ്ഞ ഡേറ്റിൽ തന്നെ അത് കൃത്യമായി കിട്ടി. അത് അച്ഛൻ ഇവിടെ ലോക്കിൽ പറഞ്ഞ ഞാൻ കേട്ടതായിരുന്നു. അത് കൃത്യമായിട്ട് ആ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അച്ഛൻ്റെ എല്ലാ ദിവസവും പ്രാർത്ഥന ഞാൻ ടോക്കുകൾ കേൾക്കുകയും പ്രാർത്ഥന കൃത്യമായിട്ട് ഞാൻ 10-13 ഗ്രൂപ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്യും. കിട്ടുന്ന പത്രങ്ങളെല്ലാം കൃത്യമായിട്ട് ഞാൻ ഗവൺമെൻറ് ആശുപത്രികളിൽ തന്നെ കിട്ടേണ്ട അർഹതപ്പെട്ട ആൾക്കാർക്ക് കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പത്രം കൊണ്ടുപോയിട്ട് ഞാൻ കൊണ്ടു കൊടുക്കുക. ഓരോ ദിവസവും ഈ പത്രം തീരുന്ന ഒരാളെ പോയിരിക്കും. പെട്ടെന്ന് കൊടുത്തു തീർക്കുമല്ലോ ചെയ്യുക. വിശ്വാസ പ്രമാണമെല്ലാം ചൊല്ലി അവരുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അന്വേഷിച്ച് എൻ്റെ ജീവാനുഭവങ്ങളും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ പത്രം കൊടുക്കുക. അങ്ങനെ തന്നെ 6 ആളോളം ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ കൂടെ ഇന്ന് അതേപോലെ തന്നെ വീടിന് അലുക്കത്തൊരു ചേച്ചി വന്നിട്ടുണ്ട്. ചേച്ചി വരാൻ കാരണം അവരുടെ ചേച്ചിയുടെ അനിയത്തിലെ മകൾക്ക് മഞ്ഞപ്പിത്തം, ഈ ചെള്ളുപനി, കുറേ അസുഖങ്ങളൂടെ വന്നിട്ട് അവർ അഡ്മിറ്റ് ആയിരുന്നു. ഞാൻ ഈ ഉപ്പ് കൊണ്ടുപോയി കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഡോക്ടർക്കാനും മിറുക്കളായിപ്പോയി. ഡോക്ടർ വെച്ച് ഇത് എങ്ങനെ മാറിയെന്നാണ് ചോദിച്ചത്. ആ മഞ്ഞപ്പിത്തം ഫുള്ളായിട്ട് പോവുകയും അവർക്ക് ഒരു കുഴപ്പമില്ല. അതിൽ വിശ്വാസം അവർ ഇന്ന് ഉടമ്പടി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ആൾത്താറയിൽ സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം കിട്ടിയ ഈ പരിശുദ്ധാത്മാവിനും ആയ ഈശോയ്ക്കും കൃപാസന മാതാവിനും 1000 കോടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞത് ഞാൻ പൊതിച്ച് വയ്യാത്തൾക്ക് പൊതിച്ചു കൊടുക്കലുണ്ട്. പാവങ്ങളെ കണ്ട വിഷമമുള്ളവർ പറഞ്ഞൊക്കെല്ലാം ഞാൻ പൈസ കൊടുത്ത് സഹായിക്കുന്നുണ്ട്. ഒരുപാട് പാവങ്ങൾക്കെല്ലാം ഞാനൊക്കെ ഓണം വിഷുവൊക്കെ അങ്ങനെയുള്ള ദിവസങ്ങളിൽ കിറ്റുകൾ വാങ്ങിയിട്ട് ഞാനും എൻ്റെ കുടുംബം അടക്കം പോയിട്ട് കൃപാസന പത്രം അടക്കം വെച്ച് കൃപാസനാതാവ് തരുന്നതാണ് എന്ന് പറഞ്ഞാണ് ഞാൻ ഈ സംഭവം കൊടുക്കുക. പിന്നെ ആശുപത്രിയിൽ അസുഖങ്ങളെല്ലാം വന്ന ആൾക്കാരെ ഞാൻ എൻ്റെ വണ്ടി കൂട്ടി ഞാൻ കൊണ്ട് ഒരു പൈസ പോലും ഞാൻ മേടിക്കില്ല. സ്വന്തമായ വണ്ടിയാണ്. ആ വണ്ടി കൊണ്ട് ഞാൻ പോവുകയും അവിടെ കൂട്ടിരിക്കുകയും എല്ലാം ചെയ്തിട്ട് അത് പറയാൻ വേണ്ടി ഒരാൾക്കൊരു 10 പൈസയില്ല ഒരാൾക്ക് കൂട്ടിരിക്കാൻ പോയ സമയത്ത്, അതായത് എന്നെ ഇവിടുത്തെ പറഞ്ഞിട്ട് കൂട്ടിരിക്കാൻ പോയ സമയത്ത് എൻ്റെ 5 പൈസ പോലില്ല. ഞാനിപ്പോൾ അവിടെ അവർക്ക് കൂട്ടിരിക്കാൻ പോയേ പറ്റുള്ളൂ. കാരണം അവരുടെ വീട്ടിലെ സാഹചര്യം ആരും വന്ന് ഇരിക്കാനുമില്ല. ഞാൻ രാവിലെ പോയി അവിടെ കൂട്ടിരുന്നു. ഉച്ചയ്ക്ക് ചോറ് കൊടുത്ത സമയത്ത് ഞാൻ അവിടെ ഉച്ചയ്ക്ക് കിടന്ന് വാങ്ങി പോകുമ്പോൾ 2-2ഉം 2-5ഉം ഇങ്ങനെ ഒരു ചുമല മഷി കാണുമ്പോൾ കട്ടയ്ക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ വിനായകി മാതാവിൻ്റെ എന്തെല്ലാം കാണിക്കുന്നുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം ഞാൻ വണ്ടി എടുത്ത് വീട്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും ഇന്ന് ഒരു 500 രൂപ ഉണ്ട് എടുത്തേക്കാൻ വിചാരിച്ചിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് എടുക്കുമ്പോഴത്തേക്കാണ് ഈ ലോട്ടറി ടിക്കറ്റ് കാണുന്നത് 2-2ഉം 2-5ഉം. ഞാൻ അടുത്ത് എന്തായാലും മാതാവിൻ്റെ രക്ഷപ്പുറത്തേക്ക് പോയതല്ലേ, മാതാവ് എന്നെ കാണിച്ചല്ലേ, ഇത് എടുത്തേക്കാൻ വിചാരിച്ചു. ഞാൻ ഇതെടുത്തു. 9 ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ടിക്കറ്റ് എടുത്ത് ഗീശ വെച്ചു. പിറ്റേ ദിവസം നോക്കുമ്പോൾ മാതാവ് എനിക്ക് തന്നത് 45,000 രൂപയാണ്. അതായത് ഒരു പൈസ പോലും ഇല്ലാണ്ടിരുന്നിട്ട് ഞാൻ വിഷമിച്ച സമയത്ത്, അതോ മഴക്കാലവും എൻ്റെ ഒരു 10 പൈസയില്ല. ഞാൻ അവർക്ക് വണ്ടി എണ്ണ അടിച്ചാൽ ഇത്തിരി മാത്രമല്ല, എൻ്റെ ഒന്നും ഉണ്ടായില്ല. അവർക്ക് ഭക്ഷണം മേടിച്ചെടുക്കാൻ പൈസ ഉണ്ട്, ഞാൻ തന്നെ മേടിച്ചെല്ലാം കൊടുത്തു. എനിക്ക് മാതാവ് അങ്ങനെ ഒരുപാട് അനുഗ്രഹം, ചെറുതൊന്നുമല്ല, ഞാൻ വിളിച്ച വെളിപ്പുറത്ത് കിട്ടുന്ന പോലെ എനിക്ക് കിട്ടലുണ്ട്. അതേപോലെ തന്നെ ഒരു സ്ഥലം, എൻ്റെ വൈഫിൻ്റെ സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലം ഞാൻ ഈ ഒരു 10-20 ദിവസമേ ഉള്ളൂ. ഞാൻ അവിടെ പോയിട്ട് അത് വിൽക്കാതെ വേറെ മാർഗ്ഗമില്ല. അസുഖങ്ങളും കാര്യങ്ങളും കുറേ പൈസയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഉപ്പ് വെഞ്ചരിച്ച് ആ പറമ്പിൽ കൊണ്ടിട്ടു. ഇപ്പോൾ അത് എഗ്രിമെൻറ്റ് കഴിഞ്ഞിട്ട് 10 ദിവസമേ ഉള്ളൂ. ആ സ്ഥലം അതിൻ്റെ പകുതി പൈസ തന്നിട്ട് അത് വിറ്റ് പോകാൻ ഇടയായി. അത് നേരത്തെ വസ്തുക്കൾ ഉപകാരം ആ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതിന് വയ്യാത്ത ആൾക്കാർ എൻ്റെ വീട്ടിന് വെച്ച ഓടി ഞാൻ അവർക്ക് സംഭാവന അമ്മനെ വെറുതെ കൊണ്ട് കൊടുക്കുകയും അവർക്ക് വീട് പണിക്ക് വേണ്ടുന്ന 2 ദിവസം സേവന പ്രവർത്തനമായിട്ടും എല്ലാവർക്കും എന്ത് സേവന പ്രവർത്തനം വന്നാലും നാട്ടുകാരുടെ ആവശ്യങ്ങൾക്കെല്ലാം ഞാൻ ഓടിപ്പോയി എന്നെക്കൊണ്ടാവുമ്പോൾ എല്ലാം ചെയ്യലുണ്ട്. ഇതേപോലെ അനുഗ്രഹം ചെയ്തു തന്ന കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 കോടി നന്ദി, 1000 കോടി നന്ദി. ഗലാത്യ 5:24-25 തിരുവചനങ്ങൾ. യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ
നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. സജികുമാർ എന്ന ഈ സഹോദരൻ കൃപാസനം മരിയൻ ഉടമ്പടി എടുത്ത് കുടുംബത്തിൽ ഓരോരുത്തർക്കും ലഭിച്ച സവിശേഷമായ ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടും നന്ദിയോടും സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ദൈവതിരുസന്നിധിയിൽ ജഡിക മോഹങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി തീരുമാനമെടുക്കുകയാണ്. നാം അവിടെ തിരുനാളം കത്തിച്ച് ആദ്യത്തെ ഉടമ്പടിയുടെ പ്രതിജ്ഞ ചെയ്യുമ്പോൾ ജഡമോഹങ്ങളെ, ബലഹീനമാക്കുന്ന ജീവിത രീതികളെ, വെറുത്തുപേക്ഷിക്കേണ്ട പാപങ്ങളെ, അതിൽ നാം തീരുമാനമെടുക്കുന്നു. ഈ ദിവസം മുതൽ 90 ദിവസം വരെയും എന്താണോ ഉടമ്പടി നമ്മളിൽ നിന്നും ആഗ്രഹിക്കുക ആ വിശുദ്ധിയിലും വിശ്വസ്തതയിലും ദൈവസ്നേഹത്തിലും ജീവിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. ആ തീരുമാനം തന്നെ ദൈവികമായ ഇടപെടലുകൾക്ക് കാരണമാകും. അതുകൊണ്ടാണ് 1 മാസമോ 1 വർഷമോ ഒന്നും പരിശ്രമിക്കേണ്ടി വരുന്നില്ല. ഉടമ്പടിയെടുത്ത് തിരികെ ചെല്ലുന്ന നിമിഷം മുതൽ ജീവിതത്തോട് ചേർത്തുണ്ടായിരുന്ന 2 വലിയ കുറവുകൾ, ബലഹീനതകൾ സഹോദരൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയത് സാക്ഷ്യപ്പെടുത്തിയത്. അതോടൊപ്പം കുടുംബത്തിൽ ജീവിത പങ്കാളിയുടെ രോഗക്ലേശങ്ങളുണ്ട്. അതും കണ്ണീരോടുകൂടി മാത്രമാണ് ഇന്ന് കണ്ടിരുന്നത്. സഹോദരൻ പറയുന്നുണ്ട്, ഞാൻ മരുന്ന് മേടിച്ച് വെച്ചാൽ മതി, അവൾ തന്നെത്താനെ കടിക്കുമായിരുന്നു. എന്നാൽ ഉടമ്പടി എടുത്ത് 2 മാസം കഴിയുമ്പോഴാണ് തിരിച്ചറിയുന്നത്, ഉടമ്പടി എടുത്തതിന് ശേഷം 1 ദിവസം പോലും അവൾ മരുന്ന് കഴിച്ചില്ല. എങ്കിൽ അവളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരേണ്ടതാണ്, ഒത്തിരി അസ്വസ്ഥമാവേണ്ടതാണ്. ഒരു പ്രശ്നവുമില്ലാതെ ശാന്തമായിട്ട് അവൾ ജീവിക്കുന്നത് ഞാൻ കാണുകയും ഡോക്ടറിൻ്റെ അരികിൽ കൊണ്ടുചെന്നപ്പോൾ ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ലാത്തത് കൊണ്ട് ഇനി മരുന്നൊന്നും കഴിക്കേണ്ടതില്ലെന്ന് അത് ഡോക്ടർ തന്നെ കൺഫേം ചെയ്യുകയും ചെയ്യുന്നു. ഉടമ്പടിയിൽ നമ്മൾ 2 വള്ളത്തിൽ കാല് വെച്ചതുപോലെ പോകരുത്. ഒരു നിയോഗം ദൈവകരങ്ങളിൽ ദൈവശക്തിയാൽ അനുവദിച്ച് കിട്ടുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അത് പൂർണ്ണമായും ദൈവത്തിൽ ശരണപ്പെടുവാനുള്ള എളിമയും സത്യസന്ധതയും നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് കൃത്യമായും ആ സഹോദരി ഉടമ്പടി എടുത്ത നാൾ മുതൽ എൻ്റെ അമ്മ മാതാവിൻ്റെ സംരക്ഷണയാൽ, ഈശോയുടെ ശക്തിയാൽ, തിരുരക്തത്തിൻ്റെ കൃപയാൽ എൻ്റെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരുന്ന എല്ലാ തളർച്ചകളെയും താളഭംഗങ്ങളെയും മാറ്റിത്തരുവാൻ ഈശോയ്ക്ക് കഴിവുണ്ടെന്ന് ഉള്ളിൽ പൂർണ്ണമായി ബോധ്യപ്പെട്ട് വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് ആ ശാരീരിക മാനസിക അസ്വസ്ഥതകളെ ഏൽപ്പിക്കുകയും അതിൽ പൂർണ്ണമായ സൗഖ്യം നേടി ആരോഗ്യത്തോടെ ഈ അൾത്താരയിൽ നിൽക്കുകയും ചെയ്യുന്നത്. 3ാമത് മകനെക്കുറിച്ചാണ് സഹോദരൻ സാക്ഷ്യപ്പെടുത്തിയത്. ഏറെ പരിമിതികളുള്ള മകൻ, എന്നാൽ അമ്മ മാതാവ് കരം പിടിച്ച് നടത്തുകയും മകനെ സ്പെഷ്യൽ സ്കൂൾ ഒളിമ്പിക്സുകളിൽ നല്ല വിജയങ്ങൾ നൽകിക്കൊണ്ട്, സംസ്ഥാന തലത്തിൽ മികച്ച വിജയം നൽകിക്കൊണ്ട് എല്ലാവരും അഭിനന്ദിക്കുന്ന രീതിയിൽ, കുടുംബം തന്നെ കൂടുതൽ ഉയർത്തപ്പെടുന്ന രീതിയിൽ, മകൻ്റെ പരിമിതികളെ പോലും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ വലതുകരത്തിൻ്റെ സംരക്ഷണമുള്ള വിജയങ്ങൾ നൽകി അവനെ കാത്തതിനെയാണ് കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം ദൈവകരങ്ങളിലേക്ക് ജീവിത രീതികളെ പൂർണ്ണമായി സമർപ്പിക്കുവാനുള്ള ദൈവവിളിയാണ്. പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് ഒരിക്കലും തിരുത്തുവാനാവില്ല, രക്ഷപ്പെടുവാനാവില്ല, ശരിയായി കിട്ടത്തില്ല എന്ന് കരുതുന്ന മേഖലകളിൽ പോലും ദൈവം സമയച്ചുരുക്കത്തിൽ ഇടപെട്ടുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ ലക്ഷക്കണക്കിന് മക്കൾ അനുനിമിഷം ദൈവസന്നിധിയിലേക്ക് ഉടമ്പടിയെടുത്ത മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതിൻ്റെ കൃപയാൽ ജോസഫ് അച്ഛൻ്റെ 39 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിലൂടെ അച്ഛൻ നേടിയിട്ടുള്ള ആത്മീയ സിദ്ധികളിൽ ഈ ആലയത്തിലെത്തി പ്രാർത്ഥിച്ചു പോകുന്ന മക്കൾക്ക് വേണ്ടി അമ്മയോടും തിരുക്കുമാരനോടും നിരന്തരം സമർപ്പിക്കുന്ന മാധ്യസ്ഥ പ്രാർത്ഥനയുടെ ബലത്താൽ നമ്മുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുക്കപ്പെടുകയും പരിഹരിക്കപ്പെടുകയുമാണ്. അതുകൊണ്ട് ഈ കുടുംബം രോഗങ്ങൾക്ക് സൗഖ്യം കിട്ടിയത്, കടബാധ്യതകൾ മാറിപ്പോകുന്നത്, മകൻ്റെ പരിമിതികൾക്കിടയിലും ലോകം തിരിച്ചറിയും വിധം അവൻ്റെ ജീവിതത്തെ സംരക്ഷിക്കുന്നത് ഒക്കെ നന്ദിയായി അമ്മയുടെ തിരുസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ ഓർക്കണമേ, നമുക്കും ഇത് സാധ്യമാണ്. ഈ അമ്മയുടെ അൾത്താരയിൽ നിന്നുകൊണ്ട് എത്ര തകർന്നവരാവട്ടെ, എത്ര ഇല്ലായ്മയിലുള്ളവരാവട്ടെ, എത്ര രോഗദുരിതത്തിലുള്ളവരാവട്ടെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ ഹൃദയപൂർവ്വം വിശ്വസിച്ചാൽ, നമ്മുടെ ജീവിതത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് ശരണപ്പെടുത്തി ഏൽപ്പിച്ചു കൊടുത്താൽ വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന അമ്മയുടെ സാന്നിധ്യത്തെയും സംരക്ഷണത്തെയും അനുഭവിക്കുവാനാവും. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെയും അമ്മ മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ പേര് ബിനോയ്, ഞാൻ ചാലക്കുടി മാരാങ്കോട് സെൻറ്റ് ജോസഫ്
ചർച്ച് അവിടെ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മാതാവ് തന്ന അനുഗ്രഹങ്ങളെ പറ്റി ആണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഞാൻ 20/6/2025 ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത്. പക്ഷെ ഞാൻ വർഷങ്ങളോളം വന്നിട്ടുണ്ട് ഇവിടെ. ഒരു 4 വർഷമായിട്ട് ഞാൻ വരാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തത് 20/6/2025 എനിക്ക് മാതാവ് ഈശോയും തന്ന അനുഗ്രഹത്തിന് സാക്ഷ്യം പറയുന്നത്. ആദ്യമായി ഞാൻ സാക്ഷ്യം പറയുന്നത്, ഞാനൊരു ഭൂമി വാങ്ങിയായിരുന്നു. ആ ചാലക്കുടിയിൽ ഭൂമി വീട് വയ്ക്കാനായിട്ട് ഭൂമി വാങ്ങിയിട്ട് ഞാൻ വാങ്ങിയതിന് ശേഷമാണ് അറിയുന്നത് അവിടെ വെള്ളം കിട്ടുന്ന സ്ഥലമല്ല എന്നുള്ള വിവരം. പക്ഷെ ഞാൻ എന്നിട്ട് ആ ഭൂമി വിൽക്കാനായിട്ട് നോക്കി. പക്ഷേ 4.5 വർഷത്തോളം ആ ഭൂമി വിൽക്കാണ്ട് കിടന്നു. തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ കിണർ താത്തിയപ്പോൾ അവർക്കൊന്നും വെള്ളം കിട്ടിയില്ല. ഞാനിത് വാങ്ങിയതിന് ശേഷമാണ് അറിയണേ അവിടെ ഭാഗത്ത് വെള്ളമില്ല എന്നുള്ള വിവരം. അങ്ങനെ ഞാൻ ആ ഭൂമി 4.5 വർഷം ശേഷം ഭൂമി എനിക്ക് വിൽക്കാൻ പറ്റി. വിറ്റതിന് ശേഷം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇത് വാങ്ങുന്നവർക്ക് അവിടെ സമൃദ്ധിയായി വെള്ളം കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ആ ഭൂമി വിറ്റു. അതിനുശേഷം ആ ഭൂമി വാങ്ങിയ ആൾ അവിടെ ഒരു കുഴക്കിണറടിച്ചു. അവർക്ക് സമൃദ്ധിയായ വെള്ളം കിട്ടി. അപ്പോൾ എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം ഞാൻ ആ ഭൂമി വിൽക്കാനായിട്ട് ഞാൻ മാതാവിൻ്റെ ഇവിടുന്ന് തന്ന ഉപ്പ് അവിടെ കൊണ്ടുവന്ന് ഇട്ടു. അതിനുശേഷമാണ് ആ ഭൂമി എനിക്ക് വിൽക്കാൻ പറ്റിയത്. അതോടൊപ്പം ഞാൻ എൻ്റെ ഇടവകയോട് ചേർന്ന് തന്നെ എനിക്ക് റോഡ് സൈഡിൽ തന്നെ ഇങ്ങനെ പ്രദർശനമൊക്കെ പോകുമ്പോൾ കാണണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് റോഡ് സൈഡ് തന്നെ എൻ്റെ ഇടവകയോട് ചേർന്ന് തന്നെ എനിക്കൊരു 10 സെൻറ്റ് ഭൂമി വാങ്ങാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മാതാവ് 12 സെൻറ്റ് സ്ഥലം ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് റോഡ് സൈഡിൽ തന്നെ വാങ്ങാനായിട്ട് സാധിച്ചു. അതുപോലെ ഞാൻ ഗൾഫിൽ പോകാനായിട്ട് 3 പ്രാവശ്യം കൊടുത്തു. ഞാൻ ഡ്രൈവറായിട്ട് ജോലി ചെയ്യായിരുന്നു. ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിലൊക്കെ പാറമടകളൊക്കെ നിർത്തിപ്പോയതിന് ശേഷം അവിടെ വണ്ടികൾക്കൊന്നും ഓട്ടമുണ്ടായില്ല. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഗൾഫിൽ പോകാനായിട്ട് എൻ്റെ കൂട്ടുകാർ ഇറ്റലിയിലുണ്ടായിരുന്നു. അവർ പറഞ്ഞു, അങ്ങനെയാണ് നീ ഫാമിലിയായിട്ട് ഇറ്റലിക്ക് വെക്കാൻ പറഞ്ഞു. 3 പ്രാവശ്യം ഞാനത് വെച്ചിട്ട് റിജക്ഷനായി പോയായിരുന്നു. പക്ഷേ എനിക്ക് മാതാവ് ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഇറ്റലിക്ക് പോകാനുള്ള വിസ വന്നു. ഞങ്ങൾ ഈ ഡിസംബർ 20 ടിക്കറ്റ് എടുത്ത് പോകാമെന്നാണ് ഏജൻസി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ഞാൻ ഈ പണിയില്ലാണ്ടായി കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ തന്നെ ആമ്പല്ലൂർ ഒരു മെഡിക്കൽ ഷോപ്പിൽ മെഡിസിൻ എടുത്തു കൊടുക്കുന്ന ഒരു ബിസിനസ് ചെയ്തു. അതിലിപ്പോൾ ഒരു 12 ലക്ഷം രൂപയോളം ഞാനത് മുടക്കി കഴിഞ്ഞപ്പോഴാണ് പറയണത് ഈ കമ്പനി യഥാർത്ഥത്തിൽ ഒരു തട്ടിപ്പായിരുന്നു എന്നുള്ള പേര് ഞാൻ അറിയണേ. ഞാൻ പൈസയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കുറേ പേര് നിൽക്കുന്നുണ്ടായി. അപ്പോൾ എൻ്റെ 12 ലക്ഷം രൂപയോളം അവിടെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എന്ത് പരീക്ഷണമാണിത് എന്നുള്ള പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ ചെയ്യുന്നതെല്ലാം 4 വർഷത്തിനുള്ളിൽ ചെയ്യുന്നതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നു. അങ്ങനെ അതിനുള്ളൊരു ബാധ്യത വന്നു. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു. അതുപോലെ ഞാൻ ഇതായിട്ട് ചെയ്തത് എൻ്റെ ഇടവകയിൽ അതിനുശേഷം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ യൂണിറ്റ് പ്രസിഡൻ്റായി, ഇരുന്നാലക്കട രൂപതയുടെ ഫാൻസർ കൗൺസിലർ അംഗമായി എൻ്റെ ഇടവകയിൽ. അതുപോലെ എൻ്റെ ഇടവകയിൽ വികാരച്ചനോടും അവിടെയുള്ള എല്ലാവരോടും ചേർന്ന് എനിക്ക് ഒത്തിരി മാതാവ് വഴി അതിലിടപെട്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ സാധിക്കാനായിട്ട് സാധിച്ചു. 3 വീട് അവിടെ ഇടവകയിൽ വികാരച്ചൻ്റെ ഒപ്പം നിന്ന് അതിൽ കമ്മിറ്റിയായി നിന്ന് വീടുകൾ പണിത് കൊടുക്കാനും, അതുപോലെ ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ടുപോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിലും അവിടെ വീടുകളിലെ എൻ്റെ കുടുംബ യൂണിറ്റിലും എൻ്റെ ഇടവകയിലും കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അതോടൊപ്പം എൻ്റെ ഇടവകയിലൊരു കൊച്ചിന് വാൽവിന് കംപ്ലയിൻറ്റ് വന്നിട്ട് 6.5 ലക്ഷം രൂപ വേണമായിരുന്നു ഓപ്പറേഷൻ ചെയ്യാൻ. പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ആ പൈസ ഒരു പാവപ്പെട്ട കുടുംബമാണ്, ഞങ്ങൾക്ക് അത് ആ ഇടവകയിൽ നിന്ന് തന്നെ അത് എല്ലാ യൂണിറ്റിൽ നിന്നും കൂടി കളക്ട് ചെയ്ത് അതിൻ്റെ കമ്മിറ്റി അംഗമായിട്ട് എന്നെ തന്നെ മാതാവ് തിരഞ്ഞെടുത്തു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം 6.25 ലക്ഷം രൂപ ആ കൊച്ചിൻ്റെ വാൽവിന് കംപ്ലയിൻ്റായിട്ട് രാജഗുരു ഹോസ്പിറ്റലിൽ കെട്ടിവയ്ക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചതുമായിട്ട് മാതാവ് ഇടപെട്ട് എന്നെക്കൊണ്ട് ആ പൈസ മൊത്തം പിരിച്ച് കൊടുത്ത് ആ കൊച്ചിൻ്റെ വാൽവ് മാറ്റി വയ്ക്കാനുള്ള ഓപ്പറേഷൻ ചെയ്യാനുള്ള പൈസ എനിക്ക് കൊടുക്കാൻ സാധിച്ചു. അതാണ് എൻ്റെ പ്രേക്ഷിത ഇതായിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചത്. ഇത്തരം അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 32-ാം അധ്യായം
40-ാം തിരുവചനം. ഞാൻ അവരുമായി ശാശ്വതമായൊരു ഉടമ്പടി ഉണ്ടാക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല. അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. ദൈവമായ കർത്താവ് ബിനോയ്ക്കും കുടുംബത്തിനും ചെയ്ത വലിയ അത്ഭുതങ്ങളുടെ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് അദ്ദേഹം ഇവിടെ നമ്മോട് പങ്കുവച്ചത്. സമയ ചുരുക്കത്തിൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ വലിയ വലിയ ജീവിതഭാരങ്ങൾ ലഘൂകരിച്ച് കൊടുത്തതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണിത്. നമുക്കറിയാം, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കൾക്കും പരിശുദ്ധ അമ്മ ഇടപെടുന്ന ഈ രീതികൾ വളരെ വ്യത്യസ്തമാണ്. ഓരോരുത്തർക്കും അവർക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ അതിൽ കൂടുതൽ നൽകിക്കൊണ്ടാണ് പരിശുദ്ധ അമ്മ ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തികളെയും ഓരോ സ്ഥാപനങ്ങളെയും അനുഗ്രഹിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വർഷങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വസ്തു വിൽക്കാൻ സാധിക്കാതിരുന്നത് അവരുടെ പ്രദേശത്തുള്ള വെള്ളത്തിൻ്റെ കളർ വ്യത്യാസം കൊണ്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. ആ സ്ഥലം വിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണീരോടുകൂടെ ഇവിടെ നിന്ന് കൊണ്ടുപോയി വിശുദ്ധ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് അവിടെ അവർക്ക് നല്ല വെള്ളം ലഭിച്ചു, അത് വിൽക്കാൻ സാധിച്ചു എന്നെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോഴെല്ലാം ഈശോയുടെ ആ ഒരു വലിയ വാഗ്ദാനം വളരെ ഉറപ്പാണ്. നമുക്ക് വേണ്ടി ഈശോ ചെയ്തിരിക്കും എന്ന ഒരു വലിയ തെളിവ് കൂടിയാണ് ബിനോയുടെ സാക്ഷ്യം. അതുപോലെ അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പള്ളിയോട് ചേർന്ന് എപ്പോഴും ആക്റ്റീവായിരിക്കണം. എനിക്ക് പള്ളിയുടെ അടുത്ത് തന്നെ ഒരു വീട് വേണം, എനിക്ക് എല്ലാ ദിവസവും കുർബാനയിൽ പങ്കുകൊള്ളണം എന്നുള്ളൊരു വലിയ അദമ്യമായൊരു വലിയ ദാഹം അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹത്തിന് അത് സാധ്യമാവുകയും ചെയ്തു. 10 സെൻറ്റ് ഭൂമി അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിൽ കൂടുതൽ അമ്മ നൽകുകയാണ്. നാം ഉടമ്പടി ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമുക്കറിയാം, നമ്മോട് അച്ഛൻ പറയുന്നതാണ്, നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ നിയോഗത്തിൽ എഴുതണം. നമുക്ക് 5-6 കാര്യങ്ങൾ എഴുതാം. അസാധ്യമെന്നുള്ള 6 കൽഭരണികൾ, ഒഴിഞ്ഞ കൽഭരണികളിലാണ് ഈശോ വെള്ളം നിറയ്ക്കാൻ പറയുന്നത്. നമ്മുടെ ജീവിതം എത്ര തന്നെ കളറില്ലാത്തതാണെങ്കിലും എത്ര തന്നെ ഒഴിഞ്ഞതാണെങ്കിലും എൻ്റെ ഹൃദയം മുട്ടും തന്നെ അങ്ങയെ സ്നേഹിക്കാൻ പക്വമല്ല, എനിക്ക് യാതൊരു അനുഗ്രഹങ്ങളുമില്ല എന്നുള്ള സങ്കടത്തിലുള്ള സമയത്ത് പോലും ഈശോ നമ്മോട് പറയുന്നത്, നിൻ്റെ എല്ലാ സങ്കടങ്ങളും എന്നിലേക്ക് ചൊരിയുക, ഞാനതെല്ലാം മധുരമുള്ള വീഞ്ഞു പോലെ ആക്കിത്തരാം. കാനായിലെ വിവാഹം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഈശോ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ബിനോയുടെ ജീവിതത്തിലും ഉണ്ടായതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. അതുപോലെ തന്നെ ഒരു വലിയ ഒരു ജീവിത സൗഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. 2 പേർക്കും വിദേശത്ത് ജോലി കിട്ടി. ഡിസംബർ 20 അവർ വിദേശത്തേക്ക് പോകുവാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലുണ്ടായൊരു വലിയ തകർച്ചയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. വിശ്വസിച്ചുകൊണ്ട് ചെയ്തിരുന്ന ഒരു വലിയ ജോലിയായിരുന്നു, പക്ഷേ അദ്ദേഹം അതിൽ ചതിക്കപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന് മാത്രം ഇവിടെ ഒന്ന് ഉടമ്പടിയെടുത്തതിന് ശേഷം ഗഡുക്കളായി ആ പൈസ ഒരു 12 ലക്ഷം രൂപ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റാർക്കും അത് ലഭിക്കുന്നില്ല. ഈശോയോട് പ്രാർത്ഥിച്ചാൽ, പരിശുദ്ധ അമ്മ എപ്പോഴെല്ലാം നമ്മുടെ കാര്യങ്ങൾ ഈശോയ്ക്ക് ഗ്രീൻ സിഗ്നൽ ഇട്ട് കൊടുത്താൽ നമുക്കതെപ്പോഴും സാധ്യമായിരിക്കും എന്ന് ഉടമ്പടി നമുക്ക് ഉറപ്പ് തരികയാണ്. കാരണം ഉടമ്പടി എന്നത് ഉടൻ പരിഹാരമാണ്. നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെ എല്ലാം പരിഹാരം പരിശുദ്ധ അമ്മ ഈശോയിൽ നമുക്ക് പ്രാപിച്ചു തരുന്നു. കാരണം ഈശോ നമ്മെ രക്ഷിക്കാനാണ് കുരിശിൽ വേണ്ടി മരിച്ചതും നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നമുക്ക് സഹായകനായി ലഭിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി സാക്ഷികളായിരിക്കുമെന്ന് ഈശോ ഉയർത്തതിന് ശേഷം നമ്മളോട് ശിഷ്യരോട് പറഞ്ഞത് ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇടവകയോട് ചേർന്ന് അദ്ദേഹം വളരെയധികം പ്രവർത്തിക്കുകയും പഠിക്കാനുള്ള കുട്ടികളുടെ സങ്കടങ്ങളെല്ലാം ഏറ്റെടുത്ത്, വീടുകളില്ലാത്ത വ്യക്തികളുടെ സങ്കടങ്ങൾ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി അസോസിയേഷനെയും അതുപോലെ തന്നെ ഇടവകയും എല്ലാം സമീപിച്ച്, അതുപോലെയുള്ള ആളുകളെ സഹായിക്കാൻ നല്ല മനസ്സുള്ള ആളുകളെ സമീപിച്ച് അവർക്ക് വേണ്ടി സാമ്പത്തിക സഹായം എത്തിച്ചു കൊടുക്കാനൊക്കെ ഉള്ളൊരു വലിയ ഹൃദയം, ഒരു വലിയ മനസ്സ്, ഒരു വലിയ സാധ്യത കൂടി അദ്ദേഹത്തിന് ഈശോ അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്നു. ഇതെല്ലാം ഒന്നും നമ്മുടെ കഴിവുകളല്ല, ഇതെല്ലാം നമുക്ക് അനുഗ്രഹമായി. ആദ്യം നീ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ നമുക്കെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നതാണെന്ന് നമുക്ക് ഈശോ വ്യക്തമാക്കി തരുന്നു. ബിനോയുടെ കുടുംബത്തിനും ബിനോയ്ക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ടും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.